ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിന്റെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മുടെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ പോണത്. അങ്ങനെ നമ്മുടെ മഹേഷിന്റെയും ഇഷിതയുടെയും ഫസ്റ്റ് നൈറ്റ് ഒക്കെ കഴിഞ്ഞു. ഇഷിത തിരിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ പോകുമ്പോഴേക്കും മഞ്ജുമ ചോദിക്കണ്ട്, എന്തായിരുന്നു ഇന്നലെ വിചാരിച്ച പോലെ ഒന്നും നടന്നോ? എല്ലാം നടന്നു. ഇപ്പൊ എല്ലാ അർത്ഥത്തിലേ ഞാൻ മഹേഷിന്റെ ഭാര്യയാണ്. നീ ഇങ്ങനെ പറയും, ഇതിന്റെ അപ്പുറവും പറയും. നീയും മഹേഷ് എത്ര കള്ളം പറഞ്ഞിരിക്കും നമ്മുടെ അടുത്ത് ഇതുപോലെ. അതുപോലത്തെ ഒരു കള്ളം എല്ലേടി ഇത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് കള്ളം പറയണ്ട, ഒരു കാര്യമില്ല. ഞാനും മഹേഷും ഇന്നലെ വരെ രണ്ടായിരുന്നു, പക്ഷെ ഇന്നലെ രാത്രി ഒന്നായി എന്നിങ്ങനെ പറയാണ്. ശരി, ഞങ്ങളിത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നീ പ്രസവിക്കണം. നീ ഒരു കുഞ്ഞിന്റെ അമ്മയാവാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. അതിനുള്ള സമയം വൈകിട്ടൊന്നുമില്ല, ഉടനെ തന്നെ ആ ഒരു വിശേഷം അറിയാൻ പറ്റും കേട്ടോ. മഞ്ജുമ ചേച്ചി കാത്തിരിക്കണം. കുഞ്ഞിന്റെ 28-ന് മഞ്ജുമ ചേച്ചി തന്നെ പേരിടണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കളിയാക്കിയിട്ട് നമ്മുടെ ഇഷിത അവിടെ നിന്ന് പോവാട്ടോ. മഞ്ജുമക്ക് ദേഷ്യം വരും. അപ്പൊ എല്ലാം കഴിഞ്ഞു അല്ലേ, അവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാം കഴിഞ്ഞു എന്ന്. ഇപ്പൊ തന്നെ രചനയെ വിളിച്ച് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ റൂമിലേക്ക് കയറാണ്. എന്നിട്ട് രചനയുടെ മൊബൈലിൽ വിളിക്കുന്നുണ്ട്. ഹലോ രചന, നീ ഇത് എവിടെയാ? അത് ഞാനിവിടെ ആകാശിന്റെ വീട്ടിൽ. നീ ആകാശിന്റെ വീട്ടിൽ തന്നെ നിന്നോ? ഇവിടെ എന്തൊക്കെയാ നടക്കണെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? എന്താ മഞ്ജു അവിടെ നടന്നത്? ഇവിടെ മഹേഷ് കിടപ്പിലാണെന്നുള്ള ബോധമൊന്നും നിനക്കുണ്ടോ? അതിനിപ്പോ എന്താ? എന്നാ മഹേഷേ ഇത് കിടപ്പിലായിരുന്നു, പക്ഷെ ഇന്നലെ മഹേഷിനെ കൂട്ടിക്കൊണ്ട് ബീച്ചിൽ പോയി, പാർക്കിൽ പോയി. അത് പിന്നെ പോട്ടെന്ന് വെക്കാം, ബീച്ചും പാർക്കും അല്ലേ. പക്ഷെ ഇന്നലെ രാത്രി മഹേഷ് നിർബന്ധിച്ചിട്ട് ഇഷിത മഹേഷിനോട് ബെഡിലാ കിടന്നത്. എന്നിട്ട് എന്ത് അവര് എന്താണോ നീ പേടിച്ചത്, അത് ഇന്നലെ നടന്നു. അത് മഞ്ജുമച്ചിക്ക് എങ്ങനെ അറിയാം എന്ന് രചന ചോദിക്കുമ്പോ, അതൊക്കെ പ്രത്യേകം അറിയേണ്ട കാര്യമുണ്ടോ? നമ്മുടെയൊക്കെ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് എനിക്കറിയാം. പിന്നെ തന്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. ഉടനെ തന്നെ അവൾക്കൊരു വിശേഷം അറിയിക്കാൻ പറ്റുമെന്ന് എന്നൊക്കെ പറയണം. സത്യമാണോ? സത്യമാണ്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഒരു 4-5 മാസം കാത്തിരിക്കേ. ഇങ്ങനെ പോവാണെങ്കിലേ പെട്ടെന്ന് തന്നെ വിശേഷം ആവുമെന്ന് എനിക്ക് തോന്നണത് എന്ന് പറഞ്ഞ് മഞ്ജുമ ഫോം വെക്കാണ്. അതിനുശേഷം രചന പ്രാന്ത് പിടിച്ച് മുടിയൊക്കെ പിടിച്ച് വലിക്കാട്ടോ. എല്ലാം നശിനും പ്രാന്ത് പിടിച്ച പോലെ കാണിച്ചു കൂട്ടാണ്. പിറ്റേ ദിവസം തന്നെ മഹേഷിനെ ഇഷിത ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയ സമയത്ത്, അത് ഇഷിത പോയെന്ന് മനസ്സിലാക്കിയ സമയത്ത് ദേവിക മഹേഷിനെ കാണാൻ വേണ്ടി ഫ്ലാറ്റിലേക്ക് വരുവാണ്. അപ്പൊ ബെല്ലടിക്കുമ്പോൾ രാമനാഥനാണ് വാതിൽ തുറക്കുന്നത്. ആരാ മനസ്സിലായില്ലെന്ന് പറയുമ്പോൾ, എന്റെ പേര് ദേവിക എന്നാണ്, ഡോക്ടർ ദേവിക എന്ന് പറയുമ്പോൾ നമ്മുടെ രാമനാഥന്റെ കാര്യം മനസ്സിലായി. ഇതാണോ മറ്റേ ദേവിക എന്ന് മനസ്സിലായി കേട്ടോ. കാരണം ഈ പേര് എല്ലാവർക്കും നല്ല പരിചയമാണ്. ഡോക്ടർ ദേവിക, ഇഷിതയുടെ. അതെ. ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവളിപ്പോ ഓക്കെയാ, ഡിസ്ചാർജ് ആയി. ഞാൻ എല്ലാവരും ഒന്ന് കണ്ടിട്ട് യാത്ര പറഞ്ഞിട്ട് പോവാൻ വെച്ചിട്ടാ. ഞാൻ ഒരാഴ്ച കഴിയുമ്പോഴേക്കും തിരിച്ച് സ്റ്റേറ്റിലേക്ക് തന്നെ പോകുമെന്ന് പറയാണ്. അതെയോ? മഹേഷ് റൂമിലുണ്ട്, ഞാനൊന്ന് കണ്ടോട്ടെ. അതിനെന്താ, കണ്ടോളൂ എന്ന് പറയാണ്. മഹേഷിന്റെ റൂമിലെ വാതിലിൽ മുട്ടാണ് രാമനാഥൻ. മഹേഷേ, എടാ അച്ഛ വാതിൽ തുറന്നോ അച്ഛ എന്ന് പറയാണ്. അപ്പൊ രാമനാഥൻ വാതിൽ തുറക്കുന്നുണ്ട്. വാതിൽ തുറക്കുമ്പോഴേക്കും രാമനാഥന്റെ കൂടെ ഈ ഡോക്ടർ ദേവികനെ കാണും കേട്ടോ. മഹേഷ് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവർ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ആരാ എന്ന് ചോദിക്കുമ്പോഴേക്കും, എടാ ഇതാ മറ്റേ ഡോക്ടർ ദേവിക, ഇഷിത കഴിഞ്ഞ ദിവസം രക്ഷപ്പെടുത്തിയ കുട്ടിയില്ലേ, ആ കുട്ടിയുടെ. മനസ്സിലായി. അതിനേക്കാളൊക്കെ വലിയൊരു ബന്ധം ഇഷിതയായിട്ടുണ്ട്. അച്ഛനത് അറിയില്ലേ? അറിയാം. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ചായ എന്തെങ്കിലും എടുക്കാൻ സ്വപ്നത്തിന് പറയാം എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ അവിടെ നിന്ന് പോവാണ്. മഹേഷിനോട് ദേവിക ഡോക്ടർ ചോദിക്കണേ, ഞാൻ വാതിലൊന്ന് ചാരിക്കോട്ടെ, അതെന്താ, നിങ്ങൾക്ക് രഹസ്യം എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്, മഹേഷിനോട് രഹസ്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വാതിൽ ചാരാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് പൊട്ടിക്കരയായിട്ട് ദേവിക, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇഷിതടുത്ത് പലവട്ടം ഈ സത്യം പറയാൻ വേണ്ടി ഞാൻ നിന്നതാണ്, പക്ഷെ പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇഷിതടുത്ത് ഒരിക്കലും എനിക്ക് സത്യം പറയാൻ പറ്റില്ല. പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചത്തുപോകും, നെഞ്ചു പൊട്ടി ചത്തുപോകും. ഞാനിപ്പോ ഉറങ്ങാറുമില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ആകെ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയിലാണ്, ഞാൻ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയില. മഹേഷ് ചന്ദ്രനോട് നീലും സത്യം പറയണമെന്ന് എനിക്ക് തോന്നി. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഏറെക്കുറെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, നിങ്ങൾ പറയാൻ പോണത് അത് തന്നെയാണെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയണം. ദേവിക ഡോക്ടർ പറയുന്നുണ്ട്, ഇഷിതയും അതുപോലെ തന്നെ മാധവൻ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ദിവസം ഇഷിത ആ കഥയൊക്കെ എനിക്കറിയാം. ഇഷിത തല കറങ്ങി വീണു, ഡോക്ടർ വർക്ക് ചെയ്യണ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഡോക്ടർ പറഞ്ഞു അവൾക്ക് പ്രസവിക്കാൻ കഴിയില്ലെന്ന്. ഇത്രയല്ലേ? അത്രയും കഥ എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള പറയാൻ തന്നെയാണ് ഞാൻ വന്നത്. അതിനുശേഷം അവര് തലകറങ്ങി വീണപ്പോ തന്നെ മനസ്സുനി അമ്മ എന്നെ വിളിച്ചിരുന്നു. ശേഷം ഇഷിതനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണോന്ന്, എനിക്ക് 5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ആ വാക്കിൽ ഞാൻ വീണു. അതിനുശേഷം ഇഷിതടുത്ത് ഞാൻ നുണ പറഞ്ഞതാണ്. ഇഷിതക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവള് ഇങ്ങനെ കല്യാണവും മെഹന്തിയൊക്കെ ആയിട്ട് ഉറക്കം കുറവായിരുന്നു. ആ ഉറക്കം കുറവായതിന്റെ ഭാഗമായിട്ട് അവൾക്ക് തലകറക്കം വന്നതാണ്. പിന്നെ മെൻസസ് ആവാതിരിക്കാൻ വേണ്ടി എന്തോ ടാബ്ലറ്റ് എന്തോ കഴിച്ചിരുന്നു. അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വയറുവേദന വന്നത്. വേറെ സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് സംഭവിച്ചെന്ന് പറയുമ്പോ മഹേഷിന് ഇങ്ങനെ ദേഷ്യമായിട്ട്, നിങ്ങൾ ഇറങ്ങിപ്പോയിടുന്നു എന്ന് പറയാണ്. മഹേഷ് ചന്ദ്രൻ, നിങ്ങളിപ്പോ ഇവിടെ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാനിപ്പോ
ഇരിപ്പാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഇവിടുന്ന് ഇറങ്ങിപ്പോ എന്ന് പറയാണ്. ഡോക്ടർ പറയുന്നുണ്ട്, എനിക്കറിയാം മഹേഷ് എന്നോട് ദേഷ്യമായിരിക്കുമെന്ന്. എത്ര ദേഷ്യം കാണിച്ചാലും എന്നെ അടിച്ചാലും കൊന്നാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഈ സത്യങ്ങളൊക്കെ പറയാതെ എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. അപ്പൊ മഹേഷ് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് സമാധാനം കിട്ടിയതാ നിങ്ങൾ പറയണത്? ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നിങ്ങൾ തൊലച്ചത്. ഇപ്പൊ എന്നെ പോലും ഇഷിത എന്താ വിവാഹം കഴിച്ചത് നിങ്ങൾക്കറിയാവോ? അവൾക്ക് ഒരിക്കലും പ്രഗ്നന്റ് ആവാൻ പറ്റില്ല, ഒരിക്കലും ഒരു അമ്മയാവാൻ സാധിക്കില്ല വെച്ചിട്ട് അവൾക്ക് വന്ന ആലോചനകളൊക്കെ മുടങ്ങിപ്പോയായിരുന്നു. അവൾക്ക് വിവാഹം കഴിക്കാനും താല്പര്യമില്ലായിരുന്നു. പിന്നെ എന്റെ രണ്ടാം വിവാഹമല്ലേ, അവൾക്ക് ശരിക്കും രണ്ടാം വിവാഹത്തിന്റെ കല്യാണം പോലും കഴിക്കണ്ടായിരുന്നു അവൾക്ക്. ശരിക്കും പറഞ്ഞാൽ നല്ല പയ്യന്മാരൊക്കെ അവൾക്ക് ആലോചന വന്നതാണ്, അത് നിങ്ങൾക്ക് അറിയാവോ? എന്നിട്ടും രണ്ട് കുട്ടികളുടെ അച്ഛനായിട്ടുള്ള എന്നെ അവൾ ഏറ്റെടുക്കേണ്ടി വന്നു. ഇപ്പോഴും ദാസിയെ പോലെ എന്റെ കൂടെ അവൾ നിൽക്കുകയാണ്. ഇതൊക്കെ അനുഭവിക്കാൻ കാരണം നിങ്ങളാണ്. അപ്പോഴേക്കും ദേവിക പറഞ്ഞു, പക്ഷെ മഹേശ്വരൻ നല്ല മനുഷ്യനായതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇഷിതത്തിൽ സത്യം പറയണം. ഇഷിതക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ രണ്ടുപേരും ഒന്നാവാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷിതക്ക് കുട്ടികൾ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് ദേഷ്യമാണ്, വെറുപ്പാണ്, ഇറങ്ങിപ്പോ ഇവിടുന്ന് എന്ന് പറയണം. അങ്ങനെ ദേവിക ഡോക്ടർ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുക കേട്ടോ. ശേഷം രാമനാഥൻ ചോദിക്കേണ്ട എന്തിനാ അവർ വന്നേന്ന് ചോദിക്കുമ്പോൾ മഹേഷ് സത്യമൊക്കെ പറയണം. ഇങ്ങനെയാച്ച സംഭവം, അച്ഛൻ ഇപ്പൊ എന്തായാലും ഇതിപ്പോ ഇഷിതടുത്ത് പറയണ്ട, അവള് ചിലപ്പോൾ മാനസികമായിട്ട് വല്ലാത്ത വിഷമത്തിലാകും, ഇപ്പൊ ഇതൊന്നും പറയണ്ടെന്ന് പറയണം. അപ്പോ പിന്നീട് മഹേഷിനെ ആലോചിക്കാണ്, അപ്പൊ ഇത് പറയാൻ വേണ്ടിയിട്ടായിരിക്കും മാധവ് ബീച്ചിൽ വന്നതെന്ന് മഹേഷിന് മനസ്സിലായിട്ടോ. അതിനുശേഷം വൈകിട്ട് ഇഷിത വരുമ്പോഴേക്കും മഹേഷ് ഇങ്ങനെ ഇരിക്കാട്ടോ. അപ്പോ ഇഷിത മഹേഷിനെ നോക്കാണ്. എന്താ? ഒന്നുമില്ലടോ, എന്നാ എഴുന്നേറ്റ് വാ. എഴുന്നേറ്റ് വരാനോ? അതെ, എഴുന്നേറ്റ് വാ. വീണാൽ എന്ത് ചെയ്യും? ഞാൻ പിടിച്ചോളാം. തന്നെ കൊണ്ട് എന്നെ പിടിക്കാൻ പറ്റില്ല. ആര് പറഞ്ഞു പിടിക്കാൻ പറ്റില്ലെന്ന്? മഹേഷ് രണ്ട് കൈയും പിടിച്ചിട്ട് എനിക്ക് കറക്കാൻ വരെ പറ്റും, അതറിയാവോ? അങ്ങനെയാണോ? എന്ന് ഞാൻ എഴുന്നേറ്റ് നോക്കട്ടെ. എഴുന്നേറ്റ് നോക്ക് മഹേഷ്. മഹേഷിനെ പറ്റും, നോക്ക്. നമുക്ക് പ്രണയിക്കണ്ടേ? ചുറ്റിക്കറങ്ങണ്ട ലോകം മുഴുവൻ. അതിനെ മഹേഷ് എഴുന്നേക്കണം. എഴുന്നേക്ക്. താൻ അങ്ങനെയൊക്കെ പറഞ്ഞ ചിലപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോകും കേട്ടോ. എഴുന്നേക്ക് മഹേഷ്, ഞാൻ പിടിച്ചോളാം, വാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. അങ്ങനെ പതുക്കെ മഹേഷ് എഴുന്നേക്കാൻ നോക്കുന്നത് കുറെ പ്രാവശ്യം ശ്രമിച്ചിട്ട് മഹേഷിന് അവസാനം പതുക്കെ എഴുന്നേക്കാൻ പറ്റും കേട്ടോ. എഴുന്നേക്കുമ്പോ തന്നെ ഇഷിതക്ക് സന്തോഷം കൊണ്ട് ഇഷിത പൊട്ടിക്കരയാണ്. അപ്പോഴേക്കും രാമനാഥനും സ്വപ്നവലിയും ചിപ്പിയൊക്കെ വരുവാട്ടോ. മഹേഷ് ഇങ്ങനെ എഴുന്നേറ്റ് നടക്കണത് കാണുമ്പോഴേക്കും അവർക്കും സന്തോഷാവാണ്. മഹേഷ് ആദ്യം എഴുന്നേറ്റ് നടന്നിട്ട് ഇഷിതനെ പൊക്കി എടുത്തിട്ട് ഒരൊറ്റ കറക്കം കറക്കുവാട്ടോ. മഹേഷ് നിലത്ത് നിർത്തത്, എല്ലാവരും നോക്കുന്നു, നിലത്ത് നിർത്തുന്നൊക്കെ പറയാണ്. എല്ലാവരും നോക്കട്ടെടോ, താൻ എന്റെ ഭാഗ്യമാടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കറക്കാണ്. ചിപ്പി കൈയടിച്ച് പാസ്സാക്കാട്ടോ. രാമനാഥനും സ്വപ്നത്തിനും ഭയങ്കര സന്തോഷാവാണ്. ഈശ്വര, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നൊരു സ്വപ്നം പറയുമ്പോൾ നിന്റെ മാത്രമല്ല എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇഷിതയും മഹേഷും നല്ല സന്തോഷത്തോടെ പോണ സമയത്താണ് ഇവരൊരു ടൂർ പ്ലാൻ ചെയ്യണത്. അങ്ങനെ ടൂർ പ്ലാൻ ചെയ്യുമ്പോഴേക്കും അതിലേക്ക് ആദിനെയും വിളിക്കുന്നുണ്ട്. ആദ്യം പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദിയും നിഷിതയും മഹേഷും ചിപ്പിയും കൂടി ചേർന്ന് ഒരു ടൂർ പോകാണ്. അപ്പൊ അതിന്റെ വീക്കെൻഡ് പ്രൊമോ നമുക്ക് എന്തായാലും കാണാൻ പറ്റിയില്ല. വീക്കെൻഡ് പ്രൊമോ കാണിച്ചത് മഹേഷ് നടക്കുന്ന ഭാഗങ്ങളാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തെ എപ്പിസോഡാണ് കേട്ടോ വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചത്. ഇപ്പൊ ഒരു ടൂർ പോണ ഭാഗം നമുക്ക് അവര് തമ്മിൽ ഇട്ടേക്കുന്ന ഭാഗമാണ്. അപ്പൊ അതെന്തായാലും ഉണ്ടാകും, നമുക്ക് ഈ ആഴ്ച ലാസ്റ്റ് തന്നെ കാണാൻ പറ്റും ടൂർ പോയിട്ട് അടിച്ചു പൊളിക്കുന്ന ഭാഗമൊക്കെ. അപ്പൊ കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.